ഇത് യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടനെ ആസ് എ ലോയർ എന്ന നിലയിലോ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ എക്സ്പോസ്ഡ് ആവുന്നതിനൊക്കെ അപ്പുറം കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് ഈ വിഷയമടക്കം ഈ വീണ്ടും പരാജയപ്പെടുന്നു. ഒരു പ്രതിപക്ഷത്തിൻ്റെ പരാജയം സംഭവിക്കുന്നത്. ഇതൊരു മാത്യു കുഴൽനാടൻ്റെ പരാജയമൊന്നുമല്ല. കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞൊരു 8 വർഷക്കാലമായി ഈ സർക്കാരിനെതിരെ പല ആക്ഷേപങ്ങൾ പറയുമ്പോഴും അത് ജനങ്ങളുടെ മുമ്പിൽ വിശ്വസനീയമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നത്തിലേക്ക് വീണ്ടും പ്രതിപക്ഷം മൂക്കുകുത്തി വീഴുന്നു. കോൺഗ്രസിന് ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ടോ? തീർച്ചയായും. ഈ ശരത്ത് നമ്മളിപ്പം ഈ മാത്യു കുഴൽനാടൻ്റെ മാത്രം ഒതുങ്ങി എന്നുള്ള ചർച്ച ഗൗരവതരമാകുന്നത് കോടതി ചോദിച്ച ആ ചോദ്യമാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന കോടതിയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിലാണ് കോൺഗ്രസും UDFും ഇനി വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടത്. ഇന്നലെ CPIM-ഉം ഇടതുപക്ഷവും ചോദിച്ച ചോദ്യം അതാണ്. കാരണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെ അട്ടിമറിക്കാൻ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തും ബിരിയാണി ചെമ്പും പിന്നെ ഈന്തപ്പഴത്തിലെ കുരു അടക്കം കൊണ്ടുവന്ന ഓരോ ആരോപണങ്ങളും അവസാനം പൊട്ടിപ്പാളീസായിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് ഈ നിയമസഭയ്ക്കകത്തുള്ള ഞാനുണ്ട് ചാമ്പ്യൻ എന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടൻ ഈ സാധനം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ആരോപണം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ ആരും തള്ളിപ്പറഞ്ഞില്ല. കൊണ്ടുപോകട്ടെ ഗുണമുണ്ടാകുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ കൊണ്ടുപോയി മാത്യു കുഴൽനാടൻ ഒരു കുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാര്യം VD സതീശൻ മാത്രമല്ല, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ നമ്മളെപ്പോലെ അല്ലല്ലോ. ഈ ഇത്തരം രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ രമേശ് ചെന്നിത്തല പോലെ KC വേണുഗോപാൽ പോലെ നേതാക്കളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ സാഹൂതം വീക്ഷിക്കാതെ. ഒരു ചോദ്യമുണ്ട്, മാത്യു കുഴൽനാടൻ രാഷ്ട്രീയമായി കോൺഗ്രസ് പാർട്ടിയുടെ അനുമതി മേടിച്ചാണോ, മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട ഭാരവാഹികളുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്തിട്ടാണോ ഈ ഹർജി കൊടുത്തത്? അത് ഇന്നത്തെ ചോദ്യത്തിലുണ്ടായിരുന്നു. അത് മാത്യു കുഴൽനാടന് കള്ളം പറയാൻ പറ്റില്ല. കാരണം ചില കാര്യം വസ്തു അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടി വരും. കാരണം എന്നാൽ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തതെന്ന ചോദ്യവും അതാണ്. മാത്യു കുഴൽനാടൻ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു എന്ന കാര്യം ഒരു ചോദ്യം നമ്മൾ തന്നെ ചോദിച്ചു. ഞാനാണ് ചോദിച്ചത്, ഈ കാര്യം ഈ നിയമസഭയിൽ ഉന്നയിക്കുന്ന കാര്യം അങ്ങ് പാർട്ടിയുമായി പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അങ്ങ് ഇത് ചർച്ച ചെയ്തതിനോ പാർലമെൻ്ററി പാർട്ടി ലീഡർ അറിയിച്ചിരുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു, അറിയിച്ചിരുന്നില്ല. താൻ സ്വന്തമായി MLA എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ച് ചെയ്തതാണ്. ഇത്രയും എതിർപക്ഷത്തെ പ്രത്യേകിച്ച് സർക്കാരിൻ്റെ നായകൻ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന അഴിമതിയുടെ നെഴി നിർത്തുന്ന ചോദ്യം മാത്യു കുഴൽനാടൻ ഒരു ചർച്ചയ്ക്കിടയിൽ, ബില്ലിൻ്റെ ചർച്ചയ്ക്കിടയിൽ 3:30-ക്ക് ശേഷം പെട്ടെന്ന് അടിയന്തരമായി ഉന്നയിച്ചതാണ്. അതിൽ അദ്ദേഹം കാണിച്ച ധൃതിയും തിടുക്കപ്പെടലും ഒക്കെ തന്നെ വ്യക്തിപരമായ പ്രൊമോഷനാണെന്ന കാര്യം ഇപ്പം ബോധ്യമായി. അത് UDF ചർച്ച ചെയ്തിട്ടില്ല. ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ വരും ദിവസങ്ങളിൽ ആഭ്യന്തരമായി തന്നെ മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. രമേശ് ചെന്നിത്തല പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിൽ മാത്യു കുഴൽനാടൻ സത്യത്തിൽ ആശ്വസിക്കുന്നുണ്ടാവും. എന്നെ മാത്രമല്ലോ, മറ്റേ നാടോടിക്കാറ്റിൽ പറയുന്നത് കാറ്റൂരി വിടാൻ നീയും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് ദാസനും വിജയൻ എന്ന് പറഞ്ഞാൽ. കാരണം അതിനൊരു ക്ലൂ ഉണ്ട്, ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. അതായത് പ്രതിപക്ഷ നേതാവിനോട് പറയും, എന്നോട് ഇങ്ങനെയല്ലേ പറഞ്ഞു, നിങ്ങൾക്ക് പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടനെ ആശ്വസിക്കാം.